ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ചെറിയൊരു സെലിബ്രേഷന് വേണ്ടിയിട്ട് ഞങ്ങളൊരു സ്പെഷ്യൽ സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. ഒരു കുട്ടി സെലിബ്രേഷനാണ്. ഞങ്ങളുടെ മാമിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് 1K ഫോളോവേഴ്സായി. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു സെലിബ്രേഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കുറച്ച് ആക്ടിവിറ്റീസും. ഇത് പുള്ളെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ഞങ്ങൾ വന്നിട്ടുള്ളത്. ഭയങ്കര നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾ ഈ വ്ളോഗ് സ്കിപ്പ് ചെയ്ത് ഫുള്ളായിട്ട് കണ്ടോളാം. കുറേ കാര്യങ്ങളുണ്ട്, അങ്ങനെ കുറേ തമാശകളും ഒക്കെ ഉള്ളൊരു ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം കേട്ടോ. അതിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ പേര് മെറിൻ മോൺസി എന്നാണ്. അതിൽ ഒരുപാട് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള വളരെ ആയിട്ടുള്ളതും എല്ലാ വിമൻസിൻ്റെ അതിൽ വീഡിയോസാണ് മാം ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പോയി ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ സെലിബ്രേഷൻ ചെയ്യാൻ പോവുകയാണ്. പിന്നെ ഒരു കുട്ടി സെലിബ്രേഷനാണ്. ഞങ്ങളൊരു കേക്കൊക്കെ മേടിച്ച് കുറേ നാളായി ഇങ്ങോട്ട് വരണം എന്ന് വിചാരിക്കണം. അപ്പോൾ ഞങ്ങൾ സാറ്റർഡേയ്സ് ഈവനിങ് ആകുമ്പോൾ ഞങ്ങൾ ഓഫീസിൽ നിന്ന് ഇറങ്ങി ഏതെങ്കിലും ഒരു സ്ഥലത്തൊക്കെ പോയി ചെറുതായിട്ടൊക്കെ ഒന്ന് എൻജോയ് ചെയ്യുന്ന അങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു കാരണം കൂടിയായി. അപ്പോൾ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ചു, എല്ലാവർക്കും കൊടുത്തു. ഞങ്ങൾ പിന്നെ അവിടെയുള്ള അടുത്തുള്ള കുറച്ച് പേർക്ക് ഞങ്ങളിങ്ങനെ കേക്കൊക്കെ എല്ലാവർക്കും ഒന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ സന്തോഷം എല്ലാവരുമായിട്ടും ഷെയർ ചെയ്തതാണ്. ശരിക്കും നമ്മുടെ സന്തോഷം ഷെയർ ചെയ്യുമ്പോൾ ഇരട്ടിയാവുക ചെയ്യാന്നാണ് പറയുക. സങ്കടമാണെന്നുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യുമ്പോൾ പകുതിയാവും എന്ന് പറയും. അങ്ങനെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പോൾ ഞങ്ങൾക്ക് സന്തോഷം എല്ലാവരുമായിട്ട് ഷെയർ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര കൂടുതലായിട്ട് ഇരട്ടിയായി ഞങ്ങൾക്ക് സന്തോഷം. അപ്പോൾ ഞങ്ങളെല്ലാവർക്കും കേക്കൊക്കെ കൊടുത്താൽ അവർക്കും ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ തന്നെ ബോട്ടിംഗ് ഉണ്ട്, കയാക്കിങ് ഉണ്ട്. അതിൽ തന്നെ നമ്മൾ കൊട്ടവഞ്ചി അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. ചിലർക്കൊക്കെ പേടിയൊക്കെ ഉണ്ടായിരുന്നു. അതിൽ കയറി കഴിഞ്ഞാൽ വെള്ളം പേടിയുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അവരെ നമ്മളെല്ലാവരും ഒരുമിച്ച് പിന്നെ ഞങ്ങൾ ഈ കൊട്ടവഞ്ചിയിൽ കയറിയിട്ട് വീണ്ടും ഒന്ന് കേക്ക് സെലിബ്രേറ്റ് ചെയ്തു. വെറുതെ വീണ്ടും മുറിച്ച് ഞങ്ങൾ വീണ്ടും സെലിബ്രേറ്റ് ചെയ്തു. നിങ്ങൾ അവിടെ നിന്ന് എടുക്കുക, ഞങ്ങൾ ഇവിടെ നിന്ന് എടുക്കാം. ബായ്, ടാറ്റതാ. സാറ് നോക്കോ? ഞങ്ങൾ പോയി അവിടെ നിന്ന് ഞങ്ങളുടെ എടുത്തോളോട്ടാ. ചേച്ചി, ഞങ്ങൾ കേറിയിട്ട് ഒരു ഫോട്ടോ എടുത്തോളാം. നിങ്ങൾക്ക് തന്നോ?
അന്തിക്കാട് ഇവിടെ നീ പറയണേ അയ്യോ ഇപ്പോഴാ ഓണായുള്ളൂ. ആ ഇവിടെ നിന്നാണ് കയറണേ അന്തിക്കാടിക്കാ. മതി മതി. ചേട്ടന് വീട്ടിലാരൊക്കെ ഉണ്ട്? എൻ്റെ വീട്ടിൽ എനിക്ക് 2 പെൺകുട്ടികളാണ് ഭാര്യ. നിർബന്ധിച്ചാലും കൊണ്ടുമില്ല, ഓരോരുത്തർ താല്പര്യങ്ങളുള്ള ഓരോരുത്തർക്ക്. അതിപ്പോ ഒരു 3.5 വർഷമായി. ഇതിനപ്പുറത്തേക്കില്ല അല്ലേ? ഇല്ല. അങ്ങനെ ഞങ്ങളെല്ലാം കഴിഞ്ഞ് വന്നു ഇറങ്ങി. ഞങ്ങളുടെ കൊട്ടവഞ്ചി അവിടെ അറ്റത്തെത്തിയപ്പോൾ ഞങ്ങളുടെ ആക്കിയില്ല, അവരുടെ കറക്കാൻ പറഞ്ഞിട്ട് കറക്കിയിട്ട് അവർക്ക് തിരിച്ച് തലകറങ്ങിയിട്ടിരിക്കുകയായിരുന്നു. ഞങ്ങളധികം ചെറിയ സ്പീഡിലാക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഞങ്ങൾ കുറച്ച് നേരം അവിടെ അപ്പുറത്തെ സൈഡിൽ കുറച്ചുകൂടെ പാടത്തിൻ്റെ സൈഡൊക്കെ ഉണ്ടായിരുന്നു, അവിടെ പോയി നിന്ന് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ്. സൺസെറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, ചെറുതായിട്ടൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, മഴ ആയതുകൊണ്ട് കാണുന്നുണ്ടായിരുന്നില്ല. കണ്ടു കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ പോവുകയാണ് ചെയ്തത്.